ഹായ് എവ്രി വൺ, വെൽക്കം ടു ടെക് PSC. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ നമ്മുടെ ക്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. സോ ബേസിക്കലി ഇറ്റ്സ് എ വെരി സിമ്പിൾ ചാപ്റ്റർ. നമുക്ക് കുറച്ച് ഇക്വേഷൻസ് പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസും സോർട്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മുടെ ഇതുവരെയുള്ള എക്സാംസിന് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഞാൻ കുറച്ച് PYQs എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ പോർഷൻസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന്. സോ ഒരു ബേസിക് ഇൻട്രോ കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് പോവാം. നമുക്കറിയാം ഒരു ക്ലോക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ ക്ലോക്ക് ആക്ച്വൽ റൗണ്ട് ആയിരിക്കില്ല, എന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ലെറ്റ് മീ ഡ്രോ വൺസ് അഗെയിൻ. അപ്പം നമ്മുടെ ക്ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് റൗണ്ട് ഫിഗർ ആണ്. ഒരു മിനിറ്റ്. യെസ്, അപ്പോൾ അവിടെ എന്തുണ്ട്? ഇവിടെ 12, ഇവിടെ 6. നമുക്ക് അവർ സൂചിയുണ്ട്, മിനിറ്റ് സൂചിയുണ്ട്, സെക്കൻഡ് സൂചിയുണ്ട്. ഇങ്ങനെ 3 തരത്തിലാണ് നമുക്ക് ഇതുള്ളത് അല്ലേ. സോ മിനിറ്റ്സും അവറും നമ്മൾ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ചെറുതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? അവർ ഹാൻഡ് എന്ന് വിളിക്കുന്നു. ഏറ്റവും ചെറുതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? അവർ ഹാൻഡ് അല്ലേ, മണിക്കൂർ സൂചി എന്ന് പറയുന്നു. ഏറ്റവും വലുതിനെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്നുണ്ട്. അതിനെ മിനിറ്റ് സൂചി എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറിൽ, അതായത് ഈ പറയുന്ന അവർ ഹാൻഡ് ഞാൻ എഴുതട്ടെ കേട്ടോ. ഈ പറയുന്ന അവർ ഹാൻഡ് അല്ലെങ്കിൽ മണിക്കൂർ സൂചി ഒരു തവണ 360 ഡിഗ്രി കറങ്ങി വരണമെങ്കിൽ എത്ര സമയം എടുക്കുന്നതാണ് പറയുന്നത്. അതായത് ഒരു മിനിറ്റ് ഈ പറയുന്ന 12 മണിക്കൂർ എടുത്തിട്ടാണ്. നമുക്കറിയാം ഇവിടെ 12 ഉണ്ട്, 1 ഉണ്ട്, 2, 3, 4, 5. ഓക്കെ, ലെറ്റ് മീ റൈറ്റ് ദിസ്. 9, 10, 11. ഈ പറയുന്ന അവർ ഹാൻഡ് 360 ഡിഗ്രി കറങ്ങി വരണമെങ്കിൽ എത്ര സമയം എടുക്കുന്നുണ്ട്? 12 മണിക്കൂറാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ 12 മണിക്കൂറിലാണ് 360 ഡിഗ്രി ഈ അവർ ഹാൻഡ് മണിക്കൂർ സൂചി കറങ്ങി വരാൻ എടുക്കുന്നത്. നമുക്കറിയാം 12 മണിക്കൂർ. അപ്പൊ ഓരോ മണിക്കൂർ എടുത്ത് അങ്ങനെ 12 മണിക്കൂർ എടുത്തിട്ടാണ് ഈ പറയുന്ന മണിക്കൂർ സൂചി 360 ഡിഗ്രി കറങ്ങുന്നത്. അപ്പൊ ഒരു മണിക്കൂറിൽ ഇത് എത്ര ഡിഗ്രി കറങ്ങുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 360/12 ചെയ്താൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. അപ്പൊ എന്ത് കിട്ടുന്നുണ്ട്? 30 ഡിഗ്രി. അതായത് ഒരു മണിക്കൂറിൽ നിന്ന് 12 മണി തൊട്ടിട്ട് 1 മണി വരെ ഈ പറയുന്ന ഒരു മണിക്കൂറിൽ ഈ സൂചി എത്രയാണ് കറങ്ങുന്നത്? 30 ഡിഗ്രിയാണ് കറങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കിട്ടി ഒരു മണിക്കൂറിൽ ഈ പറയുന്ന 30 ഡിഗ്രി. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മിനിറ്റ് ആണ്? 60 മിനിറ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ പറയുന്ന 60 മിനിറ്റില് ഇത് 30 ഡിഗ്രി കറങ്ങുന്നുണ്ട്. അപ്പൊ ഒരു മിനിറ്റില് ഇത് എത്രയായിരിക്കും കറങ്ങുന്നുണ്ടാവുക? 30/60 അല്ലെ, 1/2 അല്ലെങ്കിൽ 0.5 ഡിഗ്രിയാണ് കറങ്ങുന്നത്. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ്. അപ്പൊ ഓർത്ത് വെക്കുക, അവർ ഹാൻഡിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. 12 മണിക്കൂർ, അതായത് 360 ഡിഗ്രി കറങ്ങാൻ ഈ പറയുന്ന മണിക്കൂർ സൂചി എടുക്കുന്നത് 12 മണിക്കൂറാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഇത് എത്ര കറങ്ങുന്നുണ്ട്? ഇത് 30 ഡിഗ്രിയാണ് കറങ്ങുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ 60 മിനിറ്റില് ഈ സൂചി എത്ര കറങ്ങുന്നുണ്ട്? 30 ഡിഗ്രിയാണ് കറങ്ങുന്നത്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഒരു മിനിറ്റ് കണ്ടുപിടിക്കാലോ. ഒരു മിനിറ്റിൽ എത്ര കറങ്ങുന്നുണ്ട്? 1/2 ഡിഗ്രി അല്ലെങ്കിൽ 0.5 ഡിഗ്രി. ക്ലിയർ ആണല്ലോ? അപ്പൊ മണിക്കൂർ സൂചിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി നോക്കാം. നോക്കിക്കേ, ഇവിടെ നമ്മുടെ അടുത്തത് നമ്മുടെ ഈ മിനിറ്റ് ഹാൻഡിന്റെ കാര്യം പറയാം. മിനിറ്റ് ഹാൻഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലെറ്റ് മീ റൈറ്റ് ദിസ്. ഓക്കെ, മിനിറ്റ് ഹാൻഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു മണിക്കൂറില് ഇത് 60 മിനിറ്റ് ആണ് വരുന്നത് അല്ലെ. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അപ്പൊ നമ്മൾ ഒബ്വിയസ്ലി പറഞ്ഞു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും? 360/60, അതായത് 6 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഒരു മിനിറ്റിൽ ഇത് ചെയ്യുന്നത്, കറങ്ങുന്നത് 6 ഡിഗ്രിയാണ്. കാരണം 360 ഡിഗ്രി കറങ്ങി വരാൻ ഇത് എത്ര എടുക്കുന്നുണ്ട്? 6 ഡിഗ്രി എടുക്കുന്നുണ്ട്. ഇനി
സെക്കൻഡ് ഹാൻഡിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം കറങ്ങി വരാൻ എത്രയാണ്? 360 ഡിഗ്രിയാണ് കേട്ടോ. ഇതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് മണിക്കൂർ സൂചിനെയും മിനിറ്റ് സൂചിനെയും അതുപോലെ തന്നെ ഈ പറയുന്ന സെക്കൻഡ് സൂചിനെയും പറ്റിയിട്ട് നമുക്ക് ബേസിക് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടി വരുന്നത്. ക്ലിയർ ആണല്ലോ? ആൻഡ് ഇത് നമ്മൾ പറഞ്ഞു 12 മണിക്കൂറിലാണ് 360 ഡിഗ്രി കറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിൽ 30 ഡിഗ്രിയാണ്. സോ ഒരു മിനിറ്റിൽ അത് എത്രയാണ്? 1/2 ഡിഗ്രിയാണ്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഇനി നമുക്ക് നോക്കാം ഒരു ഡിഗ്രി, അതായത് ഹൗ മെനി ഡിഗ്രീസ് ഡസ് അവർ ഹാൻഡ് ഓഫ് എ ക്ലോക്ക് ടേൺ ഇൻ എ ഡേ? ഒരു ദിവസത്തില് എത്ര ഡിഗ്രി ആയിരിക്കും അപ്പൊ ഹവർ ഹാൻഡ് ടേൺ ചെയ്യുന്നുണ്ടാവുക, കറങ്ങി വരുന്നുണ്ടാവുക, എത്ര ഡിഗ്രി ആയിരിക്കും വരുന്നുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് നമുക്കറിയാം, നമ്മൾ പറഞ്ഞു അതിന്റെ ആൻസർ നിങ്ങളൊന്ന് ഗസ് ചെയ്തിട്ട് ചെയ്ത് നോക്കിയേ എത്രയായിരിക്കും. അതായത് നമ്മൾ ഇവിടെ പറഞ്ഞു 12 മണിക്കൂറില് 360 ഡിഗ്രിയാണ് നമ്മുടെ അവർ ഹാൻഡ് മണിക്കൂർ സൂചി കറങ്ങുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് ഒരു ഡേ ആണ്, അതായത് 24 അവേഴ്സില് ഈ പറയുന്ന അവർ ഹാൻഡ് എത്ര ഡിഗ്രിയാണ് കറങ്ങുന്നത് എന്നാണ് ചോദിക്കുന്നത്. യെസ്, ഏതാണ് ആൻസർ വരുന്നത്? നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കിക്കേ. യെസ്, നമ്മുടെ ആൻസർ വരുന്നത് 720 ഡിഗ്രി ആണ്. നോക്കൂ, അവർ ഹാൻഡ് 12 മണിക്കൂറിൽ 360 ഡിഗ്രി കറങ്ങുന്നുണ്ടെങ്കിൽ 12 + 12 അല്ലെ, അതല്ലേ 24 മണിക്കൂർ എന്ന് പറയുന്നത്. അതാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പൊ 12 മണിക്കൂറിൽ 360 ഡിഗ്രി ആണെങ്കിൽ അടുത്ത 12 മണിക്കൂറിലും ഇത് 360 ഡിഗ്രി കറങ്ങുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 720 ഡിഗ്രി. അതാണ് ഇവിടെ ആൻസർ വരുന്നത്. 720 ഡിഗ്രിയാണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇത് ക്ലോക്കിന്റെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ക്ലോക്ക് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിരുത്തിയാൽ മാത്രം മതി, ഈ ഒരു ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഞാൻ ഒത്തിരി പ്രോബ്ലംസ് എടുത്തിട്ടുണ്ട്, സോ അത് നിങ്ങൾക്ക് ക്ലിയർ ആയി പോകുന്നതാണ് കേട്ടോ. അപ്പൊ മനസ്സിലായല്ലോ? 12 മണിക്കൂറിൽ നമ്മുടെ ഹവേഴ്സ് സൂചി, അതായത് അവർ ഹാൻഡ് 360 ഡിഗ്രിയാണ് കറങ്ങുന്നത്. അപ്പൊ 24 മണിക്കൂറിൽ ഒരു ദിവസത്തിൽ അത് എത്ര ഡിഗ്രി കറങ്ങുന്നുണ്ട്? 720 ഡിഗ്രി കറങ്ങുന്നുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ടോപ്പിക്കാണ്. അതായത് നമുക്ക് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് മിനിറ്റ് ഹാൻഡിന്റെയും അവർ ഹാൻഡിന്റെയും, മിനിറ്റ് സൂചിയുടെയും അതുപോലെ തന്നെ മണിക്കൂർ സൂചിയുടെയും ഇടയിലുള്ള ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇനി ചോദിക്കുന്നത്. അപ്പോൾ ഇതിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. അതായത് 60 അവർ, ഒരു മിനിറ്റ് കേട്ടോ, യെസ്, 60 അവർ മൈനസ് 11 മിനിറ്റ് ബൈ 2. ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കാം, അല്ലെങ്കിൽ 30 അവർ മൈനസ് 11 മിനിറ്റ് ബൈ 2 ഇങ്ങനെയും പഠിച്ചു വെക്കാം. ഇതിൽ നിങ്ങൾക്ക് കൺവീനിയന്റ് ഏതാണെന്ന് വെച്ചാൽ അത് പഠിക്കാം. ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ പഠിക്കാം, 30 അവർ മൈനസ് 11 മിനിറ്റ് ബൈ 2, ഇതിന് മൊത്തത്തിലാണ് ബൈ 2, 11 മിനിറ്റിനാണ് ബൈ 2 വരുന്നത്. അല്ലെങ്കിൽ 60 അവർ മൈനസ് 11 മിനിറ്റ് ബൈ 2, ഇതിന് മൊത്തത്തിലാണ് നമുക്ക് ബൈ 2 വരുന്നത്. ഏത് ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് കൺവീനിയന്റ് എങ്കിൽ അത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ അത് പഠിച്ചു വെക്കാം. ഇവിടെ H എന്ന് പറയുന്നത് അവർ ആണ്, ഏത് മണിക്കൂറാണ് വരുന്നതെങ്കിൽ അതാണ്. M എന്ന് പറയുന്നത് മിനിറ്റ് ആണ് കേട്ടോ, ഏതാണ് മിനിറ്റ്. ഓക്കെ, സോ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളോട് മണിക്കൂർ സൂചിയുടെയും മിനിറ്റ് സൂചിയുടെയും ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസർ കിട്ടും. ഇനി ആൻസർ കിട്ടിയത് 180 ഡിഗ്രിനേക്കാൾ കൂടുതലാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യാം? 360 ഡിഗ്രിയിൽ നിന്നും നമുക്ക് കിട്ടിയ ആ ഒരു ആൻസറും കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ കറക്റ്റ് ആൻസർ കിട്ടും. ഇനി 180 ഡിഗ്രിയേക്കാൾ കുറവാണ് കിട്ടിയെങ്കിൽ അത് തന്നെ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ 2 ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് അറ്റ് 7:20 AM? 7:20, 7:20, രാവിലെ 7:20 ആവുമ്പോൾ നമ്മുടെ ഈ പറയുന്ന, ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. ഇവിടെ 7 ഉണ്ട്. യെസ്,
അപ്പൊ 7:20 ആകുമ്പോ ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമ്മൾ എന്താ പറഞ്ഞത്, ഒന്നുകിൽ 60h-11 minute/2 ചെയ്യാം, അല്ലെങ്കിൽ 30h-11m/2. ഇതിലും നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഇതില് മണിക്കൂർ ഏതാ തന്നിരിക്കുന്നത്, 7 ആണ്. ആൻഡ് മിനിറ്റ് എത്രയാ തന്നിരിക്കുന്നത്, 20 ആണ്. അപ്പൊ അതൊന്ന് ഇവിടെ ഇട്ടിട്ട് നിങ്ങളൊന്ന് ആൻസർ കണ്ടുപിടിക്കാൻ നോക്കിക്കേ. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഒരു 2 minutes തരാം. ആ 2 minutesന്റെ ഉള്ളിൽ ഇപ്പൊ ഞാൻ ഇത് പറയുന്ന സമയം കൊണ്ട് നിങ്ങൾ ആൻസർ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കിക്കേ. ഇവിടെ ഓപ്ഷൻസ് 90 ഡിഗ്രി തന്നിട്ടുണ്ട്, 100 തന്നിട്ടുണ്ട്, 110 തന്നിട്ടുണ്ട്, 120 തന്നിട്ടുണ്ട്. ഇവിടെ ഏതാണ് ആൻസർ വരുന്നതെന്നൊന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ച് പറയാൻ നോക്കിക്കേ. 90 ആണോ, 100 ആണോ, 110 ആണോ, 120 ആണോ? വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് എച്ചിന്റെ അവിടെ ആ ഒരു വാല്യൂ ഇട്ട് കൊടുക്കുക, എമ്മിന്റെ അവിടെ വാല്യൂ ഇട്ട് കൊടുക്കുക, കണ്ടുപിടിക്കുക. എയ്തർ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. രണ്ടും സെയിം ഇക്വേഷൻ തന്നെയാണ്. ഇവിടെ മൊത്തത്തിൽ ബൈ 2 കൊടുത്തു, ഇവിടെ എന്താണ് ആ ബൈ 2 കൊണ്ട് ഓൾറെഡി 16 ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ മാത്രം ബൈ 2 കൊടുത്തു. ജസ്റ്റ് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഡിഫറൻസസ് ഒന്നുമില്ല. രണ്ടും സെയിം ഇക്വേഷൻ തന്നെയാണ് കേട്ടോ. യെസ്, അപ്പൊ ആൻസർ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. യെസ്, നമ്മുടെ ആൻസർ വരുന്നത് 100 ഡിഗ്രി ആണ്. നോക്കിക്കേ, 30h. നമുക്ക് ഈ ഒരു ഇക്വേഷൻ നോക്കാം, കാരണം എങ്ങനെയാണെങ്കിലും കണ്ടുപിടിക്കാം, കുഴപ്പമില്ല. 30h-11/2. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 7 ആണ്. ഓക്കെ, ഇവിടെ തന്നെ ചെയ്യാം. -11m/2 ആണ്. അപ്പൊ ഇവിടെ 30 × 7 -11 × 20/2. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം. അപ്പൊ 7 × 3 എന്ന് പറയുന്നത് 210 ആണ്, -110 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 100 ഡിഗ്രി കിട്ടി. ഇനി നമ്മൾ പറഞ്ഞു 180-ലും കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പൊ 360-ൽ നിന്നും ഒന്ന് കുറയ്ക്കേണ്ടി വരും. 360-ൽ നിന്ന് നമുക്ക് കിട്ടിയ വാല്യൂ കുറയ്ക്കാം, അപ്പൊ നമുക്ക് ആക്ച്വൽ ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, സിമ്പിൾ ആണ് ക്ലോക്ക് എന്ന് പറയുന്ന ടോപ്പിക്. യെസ്, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. ഇതിൽ അതന്നെയാണ് തന്നിരിക്കുന്നത്. 7 × 30 ചെയ്തു, 11/2 × 20 ചെയ്തു. അപ്പൊ 210 - 110 വന്നു, 100 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ് ഹാൻഡ് ആൻഡ് അവർ ആൻഡ് ഓഫ് എ ക്ലോക്ക് വെൻ ദ ക്ലോക്ക് ഷോസ് 3 hours and 20 minutes. അപ്പൊ വേഗം ചെയ്യാം, 2 മിനിറ്റിലൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. 2 മിനിറ്റും ആവശ്യമില്ല, 1 മിനിറ്റിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ അവർ തന്നിരിക്കുന്നത് 3 ആണ്, മിനിറ്റ് തന്നിരിക്കുന്നത് 20 ആണ്. അപ്പൊ 30h - 11m/2 എന്നുള്ളതിൽ നമുക്ക് എന്തിട്ട് കൊടുക്കാം, 30 × 3 -11 × 20/2 ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണു. യെസ്, എന്താ നിങ്ങളുടെ ആൻസർ വന്നിരിക്കുന്നേ? വെരി ഗുഡ്, 20 ഡിഗ്രി ആണ് നമ്മുടെ ആൻസർ വന്നിരിക്കുന്നത്. നോക്കിക്കേ, 30 × 3 -11 × 11/2 × 20. അപ്പൊ നമുക്ക് ഇവിടെ 90 എന്ന് വരും. ആൻഡ് ഇവിടെ നമുക്ക് 110 എന്ന് വരും, ഇവിടെ 20. അപ്പൊ നിങ്ങൾ ചോദിക്കും, മിസ് ഇവിടെ മൈനസ് അല്ലേ വരിക? ഇവിടെ മൈനസ് വാല്യൂ വന്നാലും നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. നമുക്ക് എത്രയാണ് വാല്യൂ കിട്ടുന്നതെങ്കിൽ അത് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പൊ 20 ഡിഗ്രി ആണ് ഈ പറയുന്ന 3:20 ഇടയിൽ വരുന്ന ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 20 ഡിഗ്രി ആണ്. ക്ലിയർ ആണല്ലോ? ഈ ഒരു ഫോർമുല വെച്ചിട്ട് ആണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ്, അതായത് മിനിറ്റ് ഹാൻഡിന്റെയും അവർ ഹാൻഡിന്റെയും ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ത്രൂ ഔട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുകയും ചെയ്യും. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What angle will be the two hands of a clock make at 6:20 AM? അപ്പൊ ഇവിടെ അവർ എത്രയാണ് തന്നിരിക്കുന്നത്, 6 ആണ് വാല്യൂ തന്നിരിക്കുന്നത്. മിനിറ്റ് തന്നിരിക്കുന്നത് 20 ആണ്. അപ്പൊ അവറും മിനിറ്റും നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടുന്നതാണ്. യെസ്, അപ്പൊ നമുക്ക് നോക്കാം എത്രയാണ് നമ്മുടെ ആൻസർ വരുന്നത്. നോക്കിക്കേ, 30 × 6 -11 × 20/2 അല്ലെ. അപ്പൊ 180 മൈനസ് നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാം, 110 വരും. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ കിട്ടുന്നത്, 70 ഡിഗ്രി ആണ്. കണ്ടോ, ഇവിടെ എത്ര ചെയ്തു, 30h നമ്മൾ
ഇട്ട് കൊടുത്തു, ഇവിടെ എമ്മിന്റെ അവിടെ 20 ഇട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് 180 മൈനസ് 110 എന്നുള്ള വാല്യൂ കിട്ടി. 70 നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഗുഡ്. അപ്പൊ നോക്കാം. When the time shows 9 o'clock, what is the angle between minute and an hour hand? അതായത് 9 മണി AM ഓ PM ഓ ആയിക്കോട്ടെ, 9 മണിയാണെങ്കിൽ അവിടെ അവർ ഹാൻഡിന്റെയും മിനിറ്റ് ഹാൻഡിന്റെയും ഇടയിലുള്ള ഡിഫറൻസ്, ആംഗിൾ ഡിഫറൻസ് എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. 9 മണിയാകുമ്പോൾ എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ അവർ തന്നിട്ടുണ്ട് 9 ആണ്, മിനിറ്റ് എന്താ തന്നിരിക്കുന്നത്? 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് ആൻസർ കിട്ടും? നോക്കിക്കേ, ഇവിടെ നമുക്ക് ആൻസർ ഇവിടെ എന്ത് കിട്ടും? 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 30 into 9 ചെയ്യാം. അപ്പൊ 270 ആണ് കിട്ടിയത്. 270 എന്ന് പറയുന്നത് 180നേക്കാൾ വലുതാണ് അല്ലെ? 270 ഈസ് ഗ്രേറ്റർ ദാൻ 180. 180നേക്കാൾ വലിയ വാല്യൂ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 360യിൽ നിന്നും ഈ 270 കുറയ്ക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 90 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, നമുക്ക് ഈ ഒരു ഫോർമുലയിൽ ഇട്ടിട്ട് ചെയ്ത് വരുമ്പോൾ ആൻസർ കിട്ടുന്നത് 180യിലും കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 360യിൽ നിന്നും ആ കിട്ടിയ വാല്യൂ ഒന്ന് കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആക്ച്വൽ ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പൊ 9 o'clock അതുപോലെ തന്നെ 10 o'clock എന്നൊക്കെ പറയുമ്പോൾ മിനിറ്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. മിനിറ്റ് എപ്പോഴും 0 ആയിരിക്കും. ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ക്ലിയർ ആണല്ലോ? Good. Next question. What is the angle between hour and minute hand when it is 4 o'clock? Again ഇതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. 4 o'clock ആണ്. അപ്പൊ ഇവിടെ അവർ ഹാൻഡ് തന്നിട്ടുണ്ട് 4 ആണ്, മിനിറ്റ് ഹാൻഡ് എന്താണ്? 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 30 into 4 ചെയ്താൽ മതി അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 120 എന്ന് കിട്ടും. ഇത് 180നേക്കാൾ എന്താണ്? ലെസ്സർ വാല്യൂ ആണ് അല്ലെ? 120 എന്ന് പറയുന്നത് 180നേക്കാൾ ലെസ്സർ വാല്യൂ ആണ്. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. 120 ഡിഗ്രി ആണ് ആൻസർ വരുന്നത് കേട്ടോ. നോക്കിക്കേ, ഇവിടെ മിനിറ്റ് 0 ആണ്, അതുകൊണ്ട് തന്നെ 3 into 4 120. സോറി, 30 into 4 120. ക്ലിയർ ആണല്ലോ? യെസ്, ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. What is the angle between minute hand and hour hand when it shows 10:10? അതായത് നല്ലൊരു ഫാൻസി നമ്പർ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ അവർ ആൻഡ് എത്ര? അവറിന്റെ വാല്യൂ തന്നിരിക്കുന്നത് 10 ആണ്, മിനിറ്റിന്റെ വാല്യൂ തന്നിരിക്കുന്നതും 10 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 30 into 10 minus 11 into 10 by 2 ചെയ്യാം അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ ക്യാൻസൽ ആയി പോയി. 300 minus 55 നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ് വരുന്നത്? നമ്മുടെ 115 ആണ് ആൻസർ വരുന്നത്. അതെന്തുകൊണ്ടാണ് വന്നത്? നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇത് 180നേക്കാൾ എക്സീഡ് ചെയ്ത് പോകുന്ന വാല്യൂ ആണ്. കണ്ടോ, 245 എന്ന് പറയുന്നത് 180നേക്കാൾ വലിയ വാല്യൂ ആണ് 245 എന്ന് പറയുന്നത്. അപ്പൊ 245 വരുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യണം? 360യിൽ നിന്നും 245 കുറയ്ക്കണം. അപ്പൊ കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 115 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഇപ്പൊ ഇരുന്ന് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കും 180നേക്കാൾ വലിയ വാല്യൂ വന്നാൽ 360യിൽ നിന്ന് കുറയ്ക്കണം. പക്ഷെ എക്സാം ഹാളിൽ എത്തുമ്പോൾ നമുക്ക് ഒരിക്കലും ഇത്രയും കാര്യങ്ങളൊന്നും ആ ഒരു പാനിക് ടൈമിൽ ഓർമ്മ കിട്ടണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സിമ്പിൾ സ്റ്റെപ്പാണ്. പക്ഷെ അത് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ തെറ്റിപ്പോവും. അപ്പൊ ഇവിടെ ഈ പറയുന്ന ചിലപ്പോൾ അവർ ഓപ്ഷൻ തരുമ്പോൾ 245 ആൻസറിൽ തരും, 115 ആൻസറിൽ തരും. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ 245 കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? യെസ്, ആൻസർ കിട്ടി, അത് ബബിൾ ചെയ്യുന്നു, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അപ്പൊ അങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യരുത്. നമുക്ക് ഏതാണോ ആൻസർ കിട്ടുന്നത് അത് 180നേക്കാൾ വലുതാണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? 360 എന്ന് കുറയ്ക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് റൈറ്റ് ആൻസർ കിട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ? യെസ്, ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ 4:25? അപ്പൊ ഇവിടെ അവർ ആൻഡ് തന്നിട്ടുണ്ട് 4 ആണ്, മിനിറ്റ് ആൻഡ് തന്നിട്ടുണ്ട് 25 ആണ്. യെസ്, അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് 12.5 ആണ്. എങ്ങനെയാ? ഇതിലിട്ട് കൊടുത്തിട്ട് 30 into 4 minus 11 into 25 by 2 നമുക്ക് എന്ത് കിട്ടും? 120 minus
ഇതിന്റെ ആൻസർ വരുന്നത് 137.5 ആണ്. അപ്പൊ ഇതിന്ന് ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് 12.5 കിട്ടും കേട്ടോ. അപ്പൊ ഈ പോയിന്റ് വെച്ചിട്ട് കുറയ്ക്കാൻ നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ എന്താ ചെയ്യാ, ഇങ്ങനെ പോയിന്റ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ റിയൽ വാല്യൂ എഴുതിയിട്ട് പോയിന്റ് വാല്യൂവിന്റെ അവിടെ 0 ഇടുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇതാ 17.5 ആണ് കേട്ടോ, 17.5 ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് നമ്മൾ പറയുന്ന പാറ്റേൺ ആണ് മിറർ ഇമേജ് കേട്ടോ. എന്താണ് മിറർ ഇമേജ്? അതായത് എപ്പോഴും PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മിറർ ഇമേജ്. അതായത് 9 മണി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മിറർ ഇമേജ് എന്തായിരിക്കും? നമ്മൾ ഈ 9 മണി എന്ന് പറയുന്ന ക്ലോക്കിനെ മിററിൽ കാണിക്കുമ്പോൾ അത് വേറൊരു പാറ്റേൺ ആണ് കാണിക്കുക. സോ ആ ഒരു സമയം എന്തായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിനും ഈ പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആണ് ആൻസർ. അതായത് 11 മണി വരെയുള്ള സമയമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ 11:60 നിന്ന് അത് കുറയ്ക്കാം. ഓക്കെ, ആ തന്നിരിക്കുന്ന സമയം 11:60 നിന്നും കുറയ്ക്കാം. ഓക്കെ, ഈ ഒരു സമയം 11:60 നിന്ന് കുറച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. എന്നാൽ 11നും 1നും ഇടയിലുള്ള സമയമാണെങ്കിൽ ഓർത്ത് വെക്കുക, ഇവിടെയും അടുത്ത ട്രിക്കാണ് പറയുന്നത്. 11നും 1നും ഇടയിലുള്ള സമയമാണെങ്കിൽ 23:60 നിന്ന് ഈ പറയുന്ന വാല്യൂ കുറയ്ക്കണം. അപ്പൊ മാത്രമാണ് നമുക്ക് ആൻസർ കിട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ? മിറർ ഇമേജ് കാണുന്നതിന്റെയാണ് പറയുന്നത്. 11 മണി വരെയുള്ള സമയമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, 11:60 നിന്ന് ഇത് കുറയ്ക്കാം, നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ കുറയ്ക്കാം. ഇനി അതല്ല, ഈ പറയുന്ന 11നും 1നും ഇടയിലുള്ള ഒരു സമയമാണ് പറയുന്നതെങ്കിൽ 23:60 നിന്ന് ആ വാല്യൂ കുറയ്ക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കേ, ഇഫ് എ മിറർ ഇമേജ് ഷോസ് 11:15 വാട്ട് ഇസ് ദ എക്സാക്ട് ടൈം? ഇവിടെ തന്നിരിക്കുന്നത് 11:15 ആണ്. നമ്മളോട് പറഞ്ഞത് അപ് ടു 11 മണി വരെ ഉള്ളതാണെങ്കിൽ 11:60 നിന്നും 11നും 1നും ഇടയിലുള്ള സമയമാണെങ്കിൽ 23:60 നിന്നും കുറയ്ക്കാനാണ്. അപ്പൊ ഇവിടെ 11:15 അതായത് 11നും 1നും ഇടയിലുള്ള സമയമാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് കുറയ്ക്കണം, 23:60 നിന്ന് കുറയ്ക്കണം. 23:60 നിന്ന് തന്ന സമയം എന്താണ്, 11:15 കുറയ്ക്കണം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ഇവിടെ നമുക്ക് 45 എന്ന് കിട്ടും, ഇവിടെ നമുക്ക് 11 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്, 11:45 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, 12:45. ഓക്കെ, 12:45 ആണ് ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോ വീണ്ടും ഓർത്ത് വെക്കുക, 11 മണി വരെയുള്ള സമയമാണെങ്കിൽ 11:60 നിന്ന് കുറയ്ക്കുക. അതുപോലെ തന്നെ 11നും 1നും ഇടയിലുള്ള സമയമാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ 23:60 നിന്ന് കുറയ്ക്കുക. ക്ലിയർ ആണല്ലോ? യെസ്, നോക്കിക്കേ. അപ്പൊ നമുക്കിവിടെ 12:45 ആണ് കേട്ടോ, 12:45 എന്നുള്ള വാല്യൂ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഇഫ് ദ ടൈം ഓൺ എ ക്ലോക്ക് ഇസ് സീൻ ആസ് 4:40 ഇൻ ദ മിറർ ഓപ്പോസിറ്റ് ഇറ്റ് വാട്ട് ഇസ് ദ ആക്ച്വൽ ടൈം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിറർ ഓപ്പോസിറ്റിൽ കാണിക്കുമ്പോൾ 4:40 ആണെങ്കിൽ ശരിക്കുള്ള സമയം എന്താണ്, 4:40 ആണ്. അതായത് 11 വരെയുള്ള സമയമാണ് തന്നിരിക്കുന്നത്. അപ്പൊ 11:60 നിന്ന് കുറച്ചാൽ മതി. 11:60 നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 7:20 എന്ന് കിട്ടും അല്ലെ. 11:60 നിന്ന് 4:40 കുറയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് 20 കിട്ടും. 11 4 കുറച്ച് എത്ര കിട്ടും, 7 കിട്ടും. സോ 7:20 ഈസ് അവർ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? മിറർ ഇമേജ് ഈ രണ്ട് ഫോർമുലാസ് പഠിച്ചു വെച്ചാൽ മതി മിറർ ഇമേജിന്റെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണല്ലോ? ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മിറർ ഇമേജ് ഓഫ് എ ക്ലോക്ക് ഷോസ് 2:30. സോ വാട്ട് ഇസ് ദ ആക്ച്വൽ ടൈം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, 11:60 നിന്നും 2:30 കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 9:30 എന്ന് കിട്ടും. അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. 9:30 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തത് 11:40 ആണ് തന്നിരിക്കുന്നത്. അതായത് 11നും 1നും ഇടയിലുള്ള സമയമാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തിൽ നിന്ന് കുറയ്ക്കണം, 23:60 നിന്ന് കുറയ്ക്കണം അല്ലെ. ചെയ്തതിന്റെ ഒപ്പം ചെയ്തേ, 23:60 നിന്ന് 11:40. യെസ്, നിങ്ങളുടെ ആൻസർ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ എത്രയാണ്, 11
20. നമ്മുടെ ആൻസർ എന്താ വരുന്നത്? സോറി, അഗെയിൻ ഐ എം ഡൂയിങ് ദ സെയിം മിസ്റ്റേക്ക്. 12, 20 അതാണ് നമ്മുടെ ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് പറയുന്നത് ക്ലോക്ക് ഫ്രം ദി ആംഗിൾ. അതായത് ഒരു ആംഗിൾ നിങ്ങൾക്ക് തരും, ആ ആംഗിളിൽ നിന്ന് ക്ലോക്കിന്റെ ടൈം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിനുള്ള ഇക്വേഷൻ ആണ് 2/11 into A1 പ്ലസ് ഓർ മൈനസ് A2, 30 A1 പ്ലസ് ഓർ മൈനസ് A2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ A1 എന്ന് പറയുന്നത് നമുക്ക് തരുന്ന ഏറ്റവും സ്മോളർ വാല്യൂ ആണ് കേട്ടോ. അതായത് നമുക്ക് തരുന്ന ഏറ്റവും സ്മോളർ വാല്യൂ ആണ് A1. A2 എന്ന് പറയുന്നത് നമുക്ക് തരുന്ന ആംഗിൾ ആണ് കേട്ടോ. ഈ ക്ലോക്കിൽ നമുക്ക് ഇതുപോലെ ഒരു 3-4 ഇക്വേഷൻസേ പഠിക്കാനുള്ളൂ. ആ ഇക്വേഷൻസ് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോക്ക് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ സുഖമായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. ഇതാണ് ക്ലോക്ക് ഫ്രം ആംഗിൾ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് ചെയ്യാനുള്ള ഇക്വേഷൻ. 2/11 into 30 A1 പ്ലസ് ഓർ മൈനസ് A2 കേട്ടോ. ഇവിടെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പ്ലസ് ഓർ മൈനസ് A2. അപ്പൊ നമ്മൾ ഇത് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് അധികവും 2 വാല്യൂസ് നമുക്ക് കിട്ടും. എന്നിട്ട് അതിൽ നമുക്ക് ഏതാണ് ഇത് നമ്മുടെ ഓപ്ഷനിലുള്ളത് അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ 2 വാല്യൂസ് നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം കേട്ടോ. 2/11 into 30 A1 പ്ലസ് ഓർ മൈനസ് A2. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. 2 മണിക്കും 3 മണിക്കും ഇടയിൽ ഈ പറയുന്ന നമ്മുടെ ആംഗിള് 60 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട്. അതായത് 2 മണിയുടെയും 3 മണിയുടെയും ഇടയിൽ നമ്മുടെ മിനിറ്റ് സൂചിയും അവർ സൂചിയും തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ കൃത്യം സമയം ഏതാണ്? ഇതാണ് നമ്മുടെ ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ. ക്ലോക്ക് ടൈം ഫ്രം ആംഗിൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ സമയം തരും, 3/4 ഉള്ള അല്ലെങ്കിൽ 4/5, 2/3 ഇങ്ങനെ തരും. എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഒരു ആംഗിൾ പറയും. മിനിറ്റ് സൂചിയും അവർ സൂചിയും തമ്മിൽ ഡിഫറൻസ്, അതായത് അവരുടെ ആംഗിൾ എന്ന് പറയുന്നത് ഇത്ര ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ കൃത്യം സമയം എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ആൻസർ എന്താ? നമ്മുടെ ഇക്വേഷൻ എന്താ? 2/11 into 30 A1 പ്ലസ് ഓർ മൈനസ് A2. അപ്പൊ ഇവിടെ A1 എന്ന് പറയുന്നത് എന്താണ്? തന്നിരിക്കുന്നതിൽ ചെറിയ വാല്യൂ. ഏതാണ്? തന്നിരിക്കുന്നതിൽ ചെറിയ വാല്യൂ. അപ്പൊ ഇവിടെ 2 തന്നിരിക്കുന്നതിലുള്ള വാല്യൂ. A2 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആംഗിൾ ആണ്. അപ്പൊ ഇവിടെ A2 എന്ന് പറയുന്നത് 60 ആണ്. അപ്പൊ നമുക്കിത് എന്തിട്ട് കൊടുക്കാം? 2/11 into 30 into 2 പ്ലസ് ഓർ മൈനസ് 60. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഇനി ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ നോക്കാം. 2/11 into 60 പ്ലസ് ഓർ മൈനസ് 60. അപ്പൊ ഇവിടെ നമുക്ക് 2 വാല്യൂ കിട്ടും. 2/11 ഇത് ആഡ് ചെയ്യുമ്പോൾ 120 എന്നും 2/11 ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 എന്നും. അപ്പൊ 0 കിട്ടുമ്പോൾ നമുക്ക് എന്തായാലും ഇതല്ല നമ്മുടെ ആൻസർ എന്ന് മനസ്സിലാവും. അപ്പൊ 2/11 into 120 എന്ന് പറയുമ്പോൾ 240/11. അപ്പൊ 240/11 ചെയ്തേ. 240/11 ചെയ്യുമ്പോൾ 2 ടൈംസിൽ 22, 20 ചെയ്യുമ്പോൾ 1 ടൈമിൽ 11, ഇവിടെ 9 കിട്ടും. അപ്പൊ നമുക്കിത് മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് എങ്ങനെ എഴുതാം? 21 9/11. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ചെറിയ വാല്യൂവിനോട് കൂടിയിട്ട് ഇത് ചേർത്താൽ നമ്മുടെ ആൻസർ കിട്ടും. 2 മണിക്കൂർ 21 9/11 മിനിറ്റ്. അതായത് 21 മിനിറ്റ് കഴിഞ്ഞ് കുറച്ച് എന്തോ ഒരു സമയം കൂടിയും ആണ് ഈ പറയുന്ന കറക്റ്റ് നമ്മുടെ 60 ഡിഗ്രി ആംഗിൾ ഇത് മേക്ക് ചെയ്യുന്നത് കേട്ടോ. 21 പോയിന്റ് സംതിങ്, അതായത് 2 മണി 21 മിനിറ്റ് സംതിങ്, കുറച്ച് വാല്യൂ കൂടെ കൂടിപ്പോയി. ഓക്കെ, അതാണ് ഈ 9/11 എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇത് ഡൗട്ട് വരും, ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. അതായത് നമ്മുടെ ഇക്വേഷൻ എന്താണ്? 2/11 into 30 A1 പ്ലസ് ഓർ മൈനസ്
A2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഇവിടെ A1 എന്ന് പറയുന്നത് എന്താണ്? തന്നിരിക്കുന്നതിൽ ചെറിയ വാല്യൂ. ഇവിടെ 2 മണിയുടെയും 3 മണിയുടെയും ഇടയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ചെറിയ വാല്യൂ ഏതാണ്? 2 ആണ്. ഇനിയിപ്പോ സപ്പോസ് ഇത് 3 മണി 4 മണി ആയിരുന്നെങ്കിൽ ഇവിടെ ചെറിയ വാല്യൂ എന്ത് വരുമായിരുന്നു? 3 വരുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ 2/3 ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നിരിക്കുന്നതിൽ ചെറിയ വാല്യൂ 2 ആണ്. ഇനി A2 എന്ന് പറയുന്നത് എന്താണ്? തന്നിരിക്കുന്ന ആംഗിൾ. ഓക്കെ, തന്നിരിക്കുന്ന ആംഗിൾ 60 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2/11 into 30 into 2 പ്ലസ് ഓർ മൈനസ് 60. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വാല്യൂ കിട്ടി? 2/11 into 60 പ്ലസ് ഓർ മൈനസ് 60. ഇവിടെ ഈ പ്ലസ് ഓർ മൈനസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അത് മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ 2 വാല്യൂസ് വരുന്നുണ്ട്. എന്താണ്? 2/11 into 60 plus 60 120 വരുന്നുണ്ട്. അല്ലെങ്കിൽ 2/11 into 60 minus 60 0. അപ്പൊ ഇതേ ഇൻറ്റു 0, എനി വാല്യൂ ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ ഇതല്ല നമ്മുടെ ആൻസർ എന്നുള്ളത് നമുക്ക് കിട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പൊ 2/11 into 120 എന്ന് പറഞ്ഞാൽ 240/11. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റണം. മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതിനെ ഡിവൈഡ് ചെയ്യുക. 2 times 22 പോകും, then 2 0, ഇവിടെ 1 time 11 പോകും, 9. മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെ എഴുതാം? നമ്മുടെ 21 9/11 അല്ലെ? 9/11. അതായത് കോഷ്യന്റ് ഇവിടെ എഴുതണം, then റിമൈൻഡർ ഇവിടെ എഴുതണം, ഡിവൈസർ ഇവിടെ എഴുതണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എഴുതുക. അപ്പൊ ഇവിടെ നമ്മുടെ വാല്യൂ എന്താണ്? 21 minutes. പിന്നെ എന്താ കുറച്ച് വാല്യൂ കൂടി ഒന്ന് മാറിയിട്ടുണ്ട്, അതാണ് നമ്മുടെ കൃത്യം സമയം. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? 2 hours 21 minutes, point something minutes, 9/11 minutes. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം. അതായത് 2 to 3 PM ഇടയിൽ 30 ഡിഗ്രി ഫോം ചെയ്യുന്നുണ്ട്. 30 ഡിഗ്രി. അപ്പൊ ഇവിടെ എന്ത് നമുക്ക് കിട്ടും? 2/11 into 30 into ഇവിടെ വാല്യൂ 2 തന്നെയാണ്, മൈനസ് 30 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 2/11 into 60. ഇവിടെ പ്ലസ് ഓർ മൈനസ് ഉണ്ട്, പ്ലസ് ഓർ മൈനസ് 30. അപ്പൊ നമുക്ക് ഇവിടെ 2 വാല്യൂ കിട്ടും. 2/11 into 19 ചെയ്യാം, 2/11 into 13 ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ 180/11 കിട്ടും, 60/11 കിട്ടും. ഓക്കെ, അപ്പൊ 180/11 മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എത്ര തവണയാണ്? 1 ടൈമില് പോവും, 76 ടൈമില് പോവും, 66 4. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 11 16/4 ഒരു വാല്യൂ കിട്ടും. ഇനി 60/11 ആണ് ചെയ്യുന്നതെങ്കിലോ 5 times 55 5. അപ്പൊ നമുക്ക് 11 5/5 എന്നുള്ളത് കിട്ടും. ഓക്കെ, 11 5/5 എന്നുള്ളത് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് ചെയ്തത് ക്ലിയർ ആണല്ലോ? 21 9/11. ഇവിടെ നമുക്ക് വന്നപ്പോ 16 4/11 5 5/11 കേട്ടോ, 5 5/11. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇതിൽ ഏതാണോ നമുക്ക് ഓപ്ഷനിലുള്ളത് അതായിരിക്കും മെയിൻ വാല്യൂ. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത ഒരു ടോപ്പിക്, ഇത് ലാസ്റ്റ് ടോപ്പിക് ആണ്. ഇതാണ് കോയിൻസൈഡ് എന്ന് പറയുന്നത്. കോയിൻസൈഡ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ അവർ സൂചിയും ഇപ്പൊ 12 മണിയാണെന്ന് വിചാരിക്കാം. ഓക്കെ, 12 മണിയാണെന്ന് വിചാരിക്കുക. അപ്പൊ അവർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിൽ ഉള്ള ആംഗിൾ ഡിഫറൻസ് എന്തായിരിക്കും? യെസ്, ആംഗിൾ ഡിഫറൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ കോയിൻസൈഡ് എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന അവർ ആൻഡും മിനിറ്റ് ആൻഡും തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ കോയിൻസൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വേറെ ഓർത്തിരിക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മുടെ ക്ലോക്കിൽ നമുക്കറിയാം 12 മണിയുണ്ട്, 1 മണിയുണ്ട്, 2 മണിയുണ്ട്, 3 മണിയുണ്ട്, ഇങ്ങനെ ഒത്തിരി സമയമുണ്ട് അല്ലെ. അപ്പോൾ ഈ പറയുന്ന ക്ലോക്കിന്റെ ഹാൻഡ്സ് പരസ്പരം കോയിൻസൈഡ് ചെയ്യുന്നത് 12 മണിക്കൂറിൽ 11 തവണയാണ് കേട്ടോ. 12 മണിക്കൂറിൽ 11 തവണയാണ് ഇവര് കോയിൻസൈഡ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 1:05 ഇത് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്, 12 മണിക്ക് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ 2:10 കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ 3:15 4:20 5:25 6:30 7:35 8:40 9:45 10:50 11:55 അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് 12 മണിക്കൂറിൽ ഇത് 11 തവണയാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. പഠിച്ചു വെക്കുക, 11 തവണയാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പൊ 24 അവേഴ്സിൽ എത്രയായിരിക്കും? ഇത് 22 തവണയാണ് കോയിൻസൈഡ് ചെയ്യുന്നത് കേട്ടോ. ഒരു ദിവസത്തില് 22 തവണ ഇവര് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? യെസ്. അതുപോലെ തന്നെ കോയിൻസൈഡിങ് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 60h/11 ആണ്. എന്താണ് 60h/11? അതെന്താന്നുള്ളത് നമുക്ക് പറയാം. അതല്ലാണ്ട് നമ്മുടെ ഈ ഇക്വേഷനിൽ ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇത് പഠിക്കണം എന്നില്ല. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് 60h/11 എന്ന് കൊടുത്തത്? നമ്മുടെ ഈ ഒരു ഇക്വേഷൻ നോക്കാം. 2/11 × 30a1 ± a2. ഓക്കെ, ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ആംഗിൾ എന്താണ്? ആംഗിൾ 0 അല്ലേ? കാരണം ഇവര് കോയിൻസൈഡ് ചെയ്യുമ്പോൾ ആംഗിൾ 0 അല്ലേ? അപ്പൊ ഈ പോർഷൻ നമുക്ക് കട്ടായി പോയി. ഓക്കെ, ഇവിടെ കട്ടായി പോയി. A1 എന്ന് പറയുന്നത് എന്താണ്? അവർ ടൈം ആണ്, ഏറ്റവും ചെറിയ വാല്യൂ ആണ്. അപ്പൊ 2 × 30 എത്രയാണ്? 60 ആയില്ലേ? 60h. ഇവിടെ A1 എന്ന് കൊടുത്താലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റിച്ച അത് കൊടുത്താൽ മതി. ആ ഇക്വേഷൻ പഠിച്ചാൽ മതി. അങ്ങനെയാണ് 60h/11 വരുന്നത്. അതുപോലെ തന്നെ അപ്പൊ നിങ്ങൾ ചോദിക്കും, 12 തവണ ഇങ്ങനെ കറങ്ങുന്നുണ്ടല്ലോ നമ്മുടെ സൂചികൾ, അപ്പൊ എന്തുകൊണ്ട് 12 times in 12 hours വരാത്ത എന്താന്ന് വെച്ചാൽ 11ന്റെയും 1ന്റെയും ഇടയില് 12 മണിക്ക് മാത്രമാണ് ഇത് കോയിൻസൈഡ് ചെയ്യുന്നത്. ഓക്കെ, 11നും 1ന്റെയും ഇടയില് 12 മണിക്ക് മാത്രമാണ് ഇത് കോയിൻസൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വാല്യൂ നമുക്ക് എന്ത് കിട്ടണില്ല? നമുക്ക് 11 ടൈംസ് ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഹൗ മെനി ടൈംസ് ഡു ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് കോയിൻസൈഡ് ഇൻ 12 hours? 12 hours എത്ര തവണയാന്നാ പറഞ്ഞ്? 11 ടൈംസ് അല്ലെ. 12 hours 11 ടൈംസും 24 hours അപ്പൊ എത്രയാണ്? 22 ടൈംസുമാണ് നമ്മുടെ അവർ ആൻഡും മിനിറ്റ് ആൻഡും കോയിൻസൈഡ് ചെയ്യുന്നത്. നമ്മളിപ്പോ പഠിച്ചേ ഉള്ളൂ. യെസ്, 11 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5 മണിയുടെയും 6 മണിയുടെയും ഇടയില് എപ്പോഴാണ് ഈ ഹാൻഡ്സ് കോയിൻസൈഡ് ചെയ്യുന്നത്? 5നും 6നും ഇടയിൽ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. 2/11 × ഈ പറയുന്ന 30a1 തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ എന്താ വാല്യൂ വരുന്നത്? 2/11 × 30 × സ്മോളസ്റ്റ് വാല്യൂ എത്രയാണ്? 5 ആണ്. അപ്പൊ ഇവിടെ 2/11 × 150 എന്ന് വരും. അപ്പൊ 300/11 വരും. 300/11 എന്ന് പറയുമ്പോ എത്രയാണ് വരിക? 2 തവണ 22 വരും. ആൻഡ് ഇവിടെ 8 വരും. 7 ടൈംസ് വരും. 77 3. അപ്പൊ നമുക്ക് എത്രയാണ് വാല്യൂ കിട്ടുന്നത്? 27 3/11. അതായത് 5 മണി കഴിഞ്ഞ് 27 മിനിറ്റ് കഴിഞ്ഞ് കുറച്ച് മിനിറ്റുകൾ കൂടെ 27 മിനിറ്റ് 3/11 മിനിറ്റിനാണ് ഈ പറയുന്ന 5 മണിയുടെയും 6 മണിയുടെയും ഉള്ളില് ഇവര് കോയിൻസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇവര് കോയിൻസൈഡ് ചെയ്യുന്നത്. ഒന്നുകൂടെ വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. മറ്റേ ഇക്വേഷൻ, അതായത് നമ്മുടെ ആംഗിൾ കണ്ടുപിടിക്കാൻ, അതായത് ഈ പറയുന്ന മിനിറ്റ് ഹാൻഡിന്റെയും അവർ ഹാൻഡിന്റെയും വാല്യൂവും ആംഗിളും തന്നിട്ട് കൃത്യം സമയം കണ്ടുപിടിക്കാൻ ചോദിക്കുന്ന സെയിം ഇക്വേഷൻ ചെയ്താൽ മതി. 2/11 30a1 അല്ലെ. 2/11 × 30a1. A2 ക്യാൻസൽ ആയി പോയത് എന്തുകൊണ്ടാണ്? ഇവിടെ ആംഗിള് 0 ആണ്.
ഓക്കെ, അപ്പൊ 2/11 ഇൻറ്റു 30 ഇൻറ്റു ഇവിടെ സ്മോളസ്റ്റ് വാല്യൂ 5 ആണ്. അപ്പൊ 2/11 ഇൻറ്റു 150 വരും. 150 എന്ന് പറയുമ്പോൾ 300/11 ആണ്. 300/11 നമ്മൾ മിക്സഡ് ആക്കി മാറ്റുമ്പോൾ 2 തവണ 22, ബാലൻസ് 87 ടൈംസ് 77 3. അപ്പൊ നമുക്ക് 27 3/11 കിട്ടും. അതായത് 5 മണി കഴിഞ്ഞ് 27 3/11 മിനിറ്റ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അറ്റ് വാട്ട് ടൈം 2 to 3 ഉള്ളിൽ കോയിൻസൈഡ് ചെയ്യുന്നത് എപ്പോഴാണ്? വീണ്ടും നമ്മുടെ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. 2/11 ഇൻറ്റു 30 ഇൻറ്റു 2. ഇവിടെ സ്മോളസ്റ്റ് വാല്യൂ ആരാണ്? 2 ആണ്. അപ്പൊ നമുക്ക് 2/11 ഇൻറ്റു 60 എന്ന് കൊടുക്കാം. അപ്പൊ ഇവിടെ 120/11 വരും. 120/11 വരും. അപ്പൊ 120/11 ഒരു തവണ 11 ആണ്. 100 അല്ലെ? അപ്പൊ 11 10/10 എന്ന് കിട്ടും. അപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞ് 10 മിനിറ്റ് 10/11 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, സോറി. ഓക്കെ, ഇതെങ്ങനെയാണ് കേട്ടോ വാല്യൂ വരുന്നത്. മൈ മിസ്റ്റേക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ 210 10/11 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് നമ്മുടെ ഇക്വേഷൻസ് പറയാനുണ്ടായിരുന്നത്. നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. ആദ്യം ഈ പറയുന്ന പോലെ നമ്മുടെ ഈ ആംഗിൾ കണ്ടുപിടിക്കുക അല്ലെ, വാല്യൂസ് തന്നിട്ട് ആംഗിൾ കണ്ടുപിടിക്കാൻ പഠിച്ചു. അതുപോലെ തന്നെ മിറർ ഇമേജിന്റെ കാര്യം പഠിച്ചു, കോയിൻസൈഡ് പഠിച്ചു. അതുപോലെ ഈ പറയുന്ന മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും ആംഗിളും തന്നിട്ട് കൃത്യം സമയം എത്രയാണ് എന്നുള്ളത് ചെയ്യാനും പഠിച്ചു. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ ഈ ഇക്വേഷൻസ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തിലേക്ക് എത്താൻ പറ്റുന്നതാണ്? നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. വേറെ കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഈ പോർഷൻസ് ഒന്നും വരാറില്ല. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ ഈ ഇക്വേഷൻസ് കൃത്യമായിരിക്കണം. ആൻഡ് ഈ പറയുന്ന പോലെ പ്ലസ് ഓർ മൈനസും അതുപോലെ തന്നെ 180യിൽ നിന്ന് എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് 180നേക്കാൾ വലിയ വാല്യൂ ആണെങ്കിൽ 360യിൽ നിന്ന് കുറയ്ക്കണം. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മറന്നു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും all the very best and thank you so much.